മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ. 75 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എഴുതിയ പാട്ടാണ്. ഇതുകൊണ്ട് പുള്ളി തന്നെ കമന്റ് എഴുതി. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് അത്ര ഒരു ധൈര്യമില്ല ഇറക്കുമ്പോ ഇത് വർക്കാവോ അറ്റ്ലീസ്റ്റ് ട്യൂൺ ലെവലിലെ. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരൻ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. ഒരുപാട് ഹിറ്റുകളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഒടുവിലത്തേത് മിന്നൽ വളയാണ്, നരിവേട്ടയിലെ. ഈ നിങ്ങൾ 3 പേർക്കിടയിൽ സംഭവിച്ച ഒരു ഹിറ്റാണ്, ഒരു മാജിക് ആണ് മിന്നൽ വള. ഈ സോഫയിലിരുന്ന് 1.5 മണിക്കൂറിൽ എഴുതുന്ന പാട്ടാണ്. ടപ്പ ടപ്പ ടപ്പയാൻ തീർത്തു. അത്ര എളുപ്പത്തിൽ എഴുതി. നമ്മൾ വിഷ്വൽ കാണിക്കുന്നു, ജെക്സറിനോടെ കാണിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളി കുറച്ച് സൈലൻസ് എടുക്കുന്നു. അതെ, പിന്നെ ഓരോ വരി എഴുതുന്നു. പിന്നെ അനുമായിട്ട് ഒരു ഡിസ്കഷൻ ആയിരുന്നു. ഞാൻ പിന്നെ മാറി നിൽക്കും, ഇവര് ഡിസ്കസ് ചെയ്ത ഒരു കോൺഫിഡൻസ്. ഞാൻ അതിന്റെ മീറ്റർ കറക്റ്റ് ആണെന്ന് മാത്രം നോക്കും. അവസാനം വന്ന് മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ എന്ന് പറയുമ്പോ ഒരു മാജിക് ശരിക്കും റൂമിൽ സംഭവിച്ചേ. അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ഈ റത്ത എന്താണെന്ന് അറിയത്തില്ലല്ലോ. എന്റെ ഡമ്മി ട്യൂൺ അത്രേ ഉള്ളൂ. അതിലോട്ടൊരു ഇങ്ങനത്തെ ഒരു അർത്ഥവും ഇങ്ങനത്തെ ഒരു സൗണ്ടിങ് വാക്കുകളും വരുമ്പോഴേ ഇപ്പൊ നമ്മള് സൗണ്ടിങ്ങിലും ശ്രദ്ധിക്കും. കാരണം അത് ഒരു റിംഗ് ആവണം, ആൾക്കാർ ഒരു ക്യാച്ച് ആവണം എന്നുള്ള സംഭവം. കാരണം അതാണല്ലോ പാട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഒത്തിങ്ങനെ ഒരു പാക്കേജ് പോലെ 1.5 മണിക്കൂറിൽ പണിയും തീർന്നു. പോവാ മക്കളെ. എന്നിട്ട് നമുക്ക് ചെറിയൊരു കറക്ഷൻ വന്നപ്പോ രണ്ടാമതും വന്നപ്പോൾ നമുക്ക് മാറ്റി തരുന്നത്. എങ്ങനെയാണ് കൈതപ്പുറത്തെ കൊണ്ട് ആ പാട്ട് എഴുതിച്ചെടുത്തത്? ഒരു റെഫറൻസ് ഉണ്ടായിരുന്നോ? എന്താണ് എഴുതി തരുന്നത്, അത് എന്ത് മാജിക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് മാത്രമാണ്. ആ എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാണുക എന്താണ് എഴുതുന്നത്. അല്ല, ഈ എഴുതുമ്പോഴും നമ്മള് സാറേ അത് അങ്ങനെ പറയാനുള്ള ധൈര്യം വേണ്ടേ. നമ്മള് വിറച്ചോണ്ടിരിക്കും. മാറ്റല്ലോ, ഇഷ്ടപ്പെട്ടില്ലേ, മാറ്റാം. അതൊരു 3-4 ഇറ്ററേഷൻ ഓക്കെയാണ്. എനിക്കൊന്ന് ആദ്യം എഴുതിയത് ഒരു ക്രിസ്ത്യൻ ഡിവോട്ട് സോങ് പോലെ, ഡിവോഷണൽ സോങ് പോലെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മള് അത് കറക്റ്റ് ചെയ്യുമ്പോൾ അതിന് നെക്സ്റ്റ് സ്റ്റെപ്പിലായിട്ടാണ് ഈ വരി കണ്ണോട് കണ്ടപ്പോൾ എന്നുള്ള വരികൾ എഴുതി തരുന്നത്. പ്ലേലിസ്റ്റിലൊക്കെ ഇപ്പോഴും മിന്നൽ വള പാടിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ നമ്പർ 1 ആണ് എല്ലാ പ്ലാറ്റ്ഫോമിലും. ടോപ്പ് 20 യൂട്യൂബിലും ടോപ്പ് 10 സ്പോട്ടിഫൈ സ്ട്രീമിംഗിലൊക്കെ വരിക എന്ന് പറയുന്നത് ഡെയിലി ഇപ്പോഴും 4-5 ലക്ഷം ആൾക്കാർ വെച്ച് പാട്ട് കേൾക്കുന്നുണ്ട്. സോങ്സ് ദാറ്റ് ആർ സിമ്പിൾ, ദാറ്റ് റെഡി ടു റീച്ച് എന്നുള്ള പാട്ടുകൾക്ക് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അതിൽ ഹൈദപ്രദ് സാറിനെ പോലെ ഒരാളുടെ ഒരു മാജിക് കൂടെ കിട്ടിയാൽ എനിക്കത് റീഅഫർമേഷൻ ആണ്. ഇനി പാട്ടുകൾ ഇനി ഇങ്ങനെ ചെയ്യണം. ഇത് അനുരാജിന്റെ ഉള്ളില് ഹൈദപ്രദ് നമ്മളുള്ള ഒരു ആരാധനയും ഒരു അഫെക്ഷനുമാണ്. ഇത് പാട്ട് കേട്ടപ്പോ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ തോന്നിയത് എന്താ? ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് അത്ര ഒരു ധൈര്യമില്ല ഇറക്കുമ്പോ ഇത് വർക്കാവോ അറ്റ്ലീസ്റ്റ് ട്യൂൺ ലെവലിലെ. ലിറിക്സ് വന്നപ്പോ എനിക്ക് കുറച്ചുകൂടെ പിന്നെ സിഡ് പാടിയപ്പോഴാണ് എനിക്ക് പിന്നെ കൈതപ്പുറം എവിടെ പറഞ്ഞിട്ടുണ്ട് 75 വയസ്സുള്ള എന്നെ ഒരു ചെറുപ്പക്കാരനാക്കി മാറ്റിയെന്നുള്ളത്. പ്രായത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന കോൺഫിഡൻസ് ആണ്, എനർജി. ഐ കാൻ ഡു ദിസ് എന്നുള്ളൊരു വാക്കില്ല. ഞാൻ ചെയ്യും. അതെന്താണ്, എനിക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു കമ്പ്യൂട്ട് ചെയ്യും. ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് എഴുതും. അക്ഷരങ്ങൾ പഠിച്ച കുട്ടികൾ അത് അവരുടെ ഭാഷയിൽ പാടുന്നുണ്ട്. അപ്പൊ ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ എങ്ങനെയാ നിങ്ങൾ കയ്യിലെടുത്തേന്നുള്ളത്? അയ്യോ, അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാടുണ്ടാക്കുന്നു, അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതി എഴുതി ആൾക്കാരോട് എത്തുമ്പോൾ വേറൊരു ഫിനോമിനൻ സംഭവിക്കാം. പാട്ട് മുഴുവൻ കേട്ട ശേഷം കൈതപ്പുറം ആദ്യം നിങ്ങളോട് പറഞ്ഞത് എന്തായിരുന്നു? നന്ദി മനസ്സേ എന്നാണ് എനിക്ക് അയച്ച മെസ്സേജ്. നന്ദി മനസ്സേ. ഞാൻ ഇങ്ങനത്തെ മെസ്സേജ് വേറെ എന്തോ അത് യൂട്യൂബിൽ പുള്ളി കമന്റ് ഇട്ട 75 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എഴുതിയ പാട്ടാണ്. ഇതുകൊണ്ട് പുള്ളി തന്നെ കമന്റ് എഴുതി. അദ്ദേഹത്തിന്റെ ഈ 1.5 മണിക്കൂറുള്ള പാട്ടെഴുത്ത് രീതി എങ്ങനെയായിരുന്നു? അല്ല, ഇത് എനിക്കൊന്ന് കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. ആ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഈ മിന്നലുള്ള കോൺസെപ്റ്റിലേക്ക് പുള്ളി കുറച്ചൊരു സൈലൻസ് എടുത്തു. എന്നിട്ട് പിന്നെ കാളിദാസൻ കോൺസെപ്റ്റ് കണക്ട് ചെയ്ത് പുള്ളി ഇങ്ങനെ ഒരു വരി എഴുതി പുള്ളി തന്നെ പല്ലവി ഇങ്ങനെ മാറി മാറി എഴുതി. മിന്നലോള കയ്യിലിട്ട പെണ്ണോടാൻ എത്തുകയില്ല മാരുവിലാണ് ലോക്ക്. കണ്ണോടു കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരത്തിന്റെ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ
എത്തുകില്ല മാരിവില്ലാണു നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. പ്രിയപ്പെട്ട കൈതപ്രം സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വെരി മെനി ഹാപ്പി ബർത്ത്ഡേ ടു യു. ജന്മദിനാശംസകൾ കൈതപ്രം സാർ. എല്ലാ സ്നേഹവും ഇപ്പോൾ ഈ അവസരത്തിൽ നൽകുകയാണ്. എന്തായാലും രണ്ടുപേർക്കും ഒരുപാട് സന്തോഷവും നന്ദിയും. കാരണം ആ മാജിക്കിനൊപ്പം മിന്നൽ വള എന്നൊരു മാജിക് കൂടി ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു.